ഹേ ഓൾ, നമ്മുടെ ഹിമാലയൻ ഫിഫ്ത്ത് സർവീസ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഫിഫ്ത്ത് സർവീസിൽ എന്തൊക്കെ ചെയ്തു, അതിന് എത്ര ബില്ലായി എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിഫ്ത്ത് സർവീസ് എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷത്തിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ ഒരു 17,918 ആയിട്ടുണ്ട്. ബട്ട് 2 വർഷമായി. അതാണ് ഞാനിപ്പോൾ ചെയ്തത് സർവീസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എവിടെ നിന്നാണ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം എടപ്പള്ളിയിൽ കമ്പനി സ്റ്റോർ കൊണ്ട് അവിടെ ഒരു സർവീസ് സെൻ്റർ ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ടൈംസ് അവിടെ നിന്നാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല സർവീസാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സർവീസും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നമില്ല. ഇത് ഫസ്റ്റ് പെയ്ഡ് സർവീസാണ്. പെയ്ഡ് സർവീസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ബട്ട് നല്ലൊരു സർവീസായിരുന്നു. സാഗർ പറഞ്ഞൊരു പുള്ളിക്കാരനായിരുന്നു സർവീസ് അഡ്വൈസർ. പുള്ളിക്കാരൻ അത്യാവശ്യം എല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് നമ്മൾക്ക് നോക്കിയിട്ട് ആൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഈ ഇഷ്യൂസായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ നല്ല കൈ കൊടുത്ത് ഓട്ടിക്കുന്ന സമയത്ത് ഒരു RPM 3, 4, 5ൻ്റെ മുകളിൽ കയറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് MI ലൈറ്റ് കത്തുന്നത് അതൊരു ഇഷ്യൂ ആയിരുന്നു എനിക്ക്. അത് ഇടയ്ക്ക് കത്തും. പിന്നെ നമ്മൾ കീ ഓഫ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ആക്കുമ്പോൾ റീസെറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പോണതിന് മുന്നേ, സർവീസ് പോണതിന് മുന്നേ എൻ്റെ പ്രൊഫൈൽ തന്നെ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഈ മെയിൻ്റെനൻസ് ആയിട്ട്. അപ്പോൾ അതിൽ 20 അല്ലെങ്കിൽ 24 മാസം 2 വർഷത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടാണ് പോയത്. അതായത് എൻജിൻ ഓയിൽ മാറ്റണം, ഓയിൽ ഫിൽറ്റർ മാറ്റണം, പിന്നെ റീപ്ലേസ്മെൻറ്റ്, പിന്നെ സ്പാർക്ക് പ്ലഗ് ഞങ്ങൾ കഴിഞ്ഞതിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇപ്രാവശ്യം അത് ചേഞ്ച് വരുന്നില്ല. 15,000 കിലോമീറ്ററിലാണ് സ്പാർക്ക് പ്ലഗ് മാറ്റുന്നത്. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ടായിരുന്നു, ബട്ട് ഞാനും കഴിഞ്ഞതിൽ എയർ ഫിൽറ്റർ മാറ്റിയതുകൊണ്ട് പിന്നെ ഇതിൽ മാറ്റണ്ടെന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ റീപ്ലേസ്മെൻറ്റ് മെയിനായിട്ട് വന്നത് ഫോർക്ക് ഓയിലും ബ്രേക്ക് ഫ്ലൂയിഡ്സുമാണ് മെയിൻ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതായത് ഈ ബാക്കിലെയും ഫ്രണ്ടിലെയും ഈ ബ്രേക്ക് ഫ്ലൂയിഡ്സ് മാറ്റണം, അതേപോലെ ഫോർക്ക് ഓയിൽ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഈ ഒരു ഇതായിരുന്നു മെയിനായിട്ട് ഓയിൽ ചേഞ്ചും ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അവെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്തായാലും ഫോർക്ക് ഓയിൽ മാറ്റുന്നുണ്ട് പറഞ്ഞു. അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഹസാർഡ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല, ഒന്ന് മാത്രം കത്തുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു ആൾ. പിന്നെ അതേപോലെ ആൾ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് കോൺസെപ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട്, പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് അറിയില്ല എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യാൻ, അടിയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് കൈയോടെ മാറ്റാം, മീൻസ് ഫോർക്ക് ഓയിൽ മാറ്റുന്ന സമയത്ത് ആ ലേബർ അങ്ങനെ അതിൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അവർ ലേബർ എന്താ സെപ്പറേറ്റ് ഇടുള്ളൂ, അതങ്ങനെ അതല്ല. പക്ഷെ ടൈം കൺസ്യൂമേഷൻ എടുക്കും. അപ്പോൾ അത് ഇതിലാക്കാന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട്. അവർ സെക്കൻഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മൾ ബാക്ക് താത്തിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇതാക്കി നോക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ, അത് ഉണ്ട്. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് കൊടുത്തു, പിറ്റേ ദിവസം എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ അത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നു, ചേഞ്ചസ് ഒക്കെ, ഈ മീൻസ് ഇത്രയും പണിയുള്ളതുകൊണ്ടേ. എന്നിട്ട് ബില്ലിപ്പോൾ ഏകദേശം വന്നത് 4,200 രൂപയായി ടോട്ടൽ. അപ്പോൾ പാർട്സിന് മാത്രം 3,000 രൂപയായി. പിന്നെ 1,000 രൂപയാണ് ലേബർ എല്ലാം കൂടി ആയത്. അപ്പോൾ പാർട്സിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പറ്റ് ഇതിന് മാത്രം 1,100 ആയി. ഈ ക്യാപ്പിന് 100 രൂപ, പിന്നെ 1,000 രൂപയായി നമ്മുടെ കോൺസെപ്റ്റിന്. പിന്നെ അതിന് ഗ്രീസിന് നമ്മൾ പൈസ കൊടുക്കണം, അതും 200 രൂപ സംതിങ് ആയി. പിന്നെ ഉള്ളത് ഫോർക്ക് ഓയിൽ ഈ രണ്ടിലും ഇതിലും കൂടിയിട്ട് എത്ര വെച്ചാൽ 500 രൂപയാണ്. പിന്നെ ഇത് റീസെറ്റ് ചെയ്യണതിൻ്റെ ഇത് 500 രൂപ. 2 ലിറ്റർ ഓയിലിന് സംതിങ് 780 സെമി സിന്തറ്റിക് ഓയിലാണ്. പിന്നെ അത് കൂടാതെ ചെയിൻ ലൂബ് ക്ലെൻസർ എന്ന് പറഞ്ഞിട്ട് അതിനൊരു 200 രൂപ എടുത്തിട്ടുണ്ട്, ക്ലീനിങ് കിറ്റ്. പിന്നെ ബ്രേക്ക് ഓയിൽ അതിന് 124 രൂപ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഓയിൽ മാറ്റുന്ന സമയത്ത് ഓയിൽ ഫിൽറ്റർ മാറ്റി, അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ചാർജ്. അങ്ങനെ ഒരു 4,000 രൂപ ആയിട്ടുണ്ട്, 3,000 രൂപ ആയിട്ടുണ്ട് പാർട്സിന്. പിന്നെ ഇവർ ഇത് മാറ്റാൻ, ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റാൻ തന്നെ 200 രൂപ മേടിച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും കൂടിയിട്ട്. ഫോർക്ക് ഓയിൽ മാറ്റാൻ വേണ്ടി 310 രൂപ മേടിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ അസംബ്ലി മാറ്റാൻ, മീൻസ് ഇതൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോൺസെപ്റ്റിൻ്റെ കോൺസെപ്റ്റ് ആകുമ്പോൾ മൊത്തം അഴിക്കണമല്ലോ, അതിന് 420 രൂപ മേടിച്ചിട്ടുണ്ട്. സോ ഇത് 420ഉം കോൺസെപ്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്,
1200 അപ്പോൾ ഒരു 1600 രൂപയാണ് ഇപ്പോൾ കോൺസെപ്റ്റ് മാത്രം ലേബറും കൂടി വരിക. കോൺസെപ്റ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഓയിലാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഓയിലിന് 500 രൂപയും മാറ്റാനൊരു 300, അതൊരു 800-900 രൂപ വരും. ഫോർക്ക് ഓയിൽ മാത്രം മാറ്റാം നിങ്ങൾക്ക്. അങ്ങനെ ഇതിപ്പം അത് മാത്രമായിട്ട് മാറ്റാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ് ഡീറ്റെയിൽസ് ചെയ്തത്. പിന്നെ എയർ ഫിൽറ്റർ പറഞ്ഞില്ല, അത് മുന്നേ മാറ്റുകൊണ്ട് അത് മാറ്റിയില്ല. സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിന് മാറ്റണ്ട. അതിനൊരു 50,000 ഇൻ്റർവെല്ലിൽ മാറ്റേണ്ട കാര്യമുള്ളൂ. സർവീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഇഷ്യൂസൊന്നുമില്ല. നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. പെയ്ഡ് സർവീസ് ആണെങ്കിലും അത് മാറ്ററല്ല. പക്ഷേ നമുക്ക് ആ സർവീസ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സാഗർ പറഞ്ഞ പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് നമ്മൾ നമ്മൾ മുന്നേ വേറെ എന്നൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അവർ പെട്ടെന്ന് തീർക്കാൻ നോക്കും. പക്ഷെ പുള്ളിക്കാരൻ സമയത്ത് സംസാരിച്ച് എന്തുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങളിനി പോകുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് കൊടുക്കുക. സാഗർ പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കാണിച്ചിട്ട് അതേപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീസ് ചെയ്യുന്ന കണക്ക് ഇതൊക്കെ നമ്മളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഇതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്ന് വേറെ അങ്ങനെ ഇഷ്യൂസൊന്നുമില്ല. എല്ലാപ്പോഴും 2ാം പണി ആക്കാറാണ് സാധാരണ. നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ പിന്നെയും കൊടുക്കേണ്ട അവസ്ഥ വരും. ബട്ട് ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. എൻജിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സർവീസിന് പോണ മുന്നേ ജസ്റ്റ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഓണേഴ്സ് മാനുവൽ എല്ലാ പീരിയോഡിക് മെയിൻ്റനൻസ് എടുത്തിട്ട് നോക്കുക എന്തൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് ജസ്റ്റ് അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു അവെയർ ഉണ്ടാവുമല്ലോ എന്ത് മാറ്റണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫോർക്ക് ഓയിൽ മാറ്റണം എന്നുള്ളത് നമ്മൾ അറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറെ എക്സ്പെൻസ് നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മെയിൻ്റെനൻസ് നിങ്ങൾ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. എന്നിട്ട് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇതൊക്കെ മാറണം, പാർട്സ് മേടിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്ത് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റാമെന്നുള്ള രീതിക്ക് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള രീതിക്ക് പറഞ്ഞാലും അതും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.